നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മി എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇന്നത്തെ വീഡിയോയിൽ ഗണപതി ഭഗവാന്റെ ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏതൊരു ആഗ്രഹം സാധിക്കുന്നതിനും ജീവിതത്തിലെ ഏതൊരു തടസ്സം നീങ്ങിക്കിട്ടുന്നതിനും വേണ്ടി ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഇത് 7 ദിവസം തുടർച്ചയായി ചെയ്യുന്ന ഒരു വഴിപാടാണ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു പൂജ ചെയ്യുമ്പോഴും ആദ്യം വണങ്ങുന്ന ദൈവമാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും തടസ്സം കൂടാതെ നമുക്കത് സക്സസ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പറയുന്ന ഈ ഒരു വഴിപാട് 7 ദിവസം തുടർച്ചയായാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് ഒരു ദീപം കൊളുത്തി ഭഗവാന്റെ ഒരു നാമം ചൊല്ലുക എന്നുള്ളതാണ്. ദീപത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട്. ഒരു മൺചിരാതോ അല്ലെങ്കിൽ ബ്രാസിന്റെ ഒരു വിളക്കായാലും മതി. ആ വിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം. ആദ്യത്തെ ദിവസം നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 7 ദിവസവും നെയ്യ് തന്നെ ഉപയോഗിക്കണം. ആദ്യത്തെ ദിവസം നല്ലെണ്ണ, അതായത് എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 7 ദിവസവും എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതിലിടുന്ന തിരിക്കാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. നമ്മൾ സാധാരണയായി ഇടുന്ന തിരിയോടൊപ്പം തന്നെ ഒരു രാമച്ചത്തിന്റെ വേര് കൂടി ഇടണം. രാമച്ചം നമുക്ക് എല്ലാ അങ്ങാടിക്കടകളിലും കിട്ടും. രാമച്ചത്തിന് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ആത്മീയപരമായി നോക്കുമ്പോഴും രാമച്ചത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ധനവരം ഉണ്ടാക്കുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എനർജി ലോസ് ഉണ്ടെങ്കിൽ, അതായത് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക്, ദൃഷ്ടിദോഷത്തിന് ഒക്കെ തന്നെ രാമച്ചം പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ 6 ചക്രാസിൽ 2 ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവും രാമച്ചത്തിനുണ്ട് എന്നാണ്. നമ്മളിവിടെ രാമച്ചം കൂടി ചേർത്ത് ഈ ഒരു ദീപം കൊളുത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയും തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടും. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിയാൽ മതി. കാരണം നമുക്കിത് 7 ദിവസത്തെ ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സാധാരണ തിരിയെടുത്ത് അതേ നീളത്തിൽ തന്നെ രാമച്ചത്തിന്റെ വേര് കൂടി കട്ട് ചെയ്ത് അത് രണ്ടും കൂടി ഒന്നിച്ചു ചേർത്ത് വേണം വിളക്ക് കൊളുത്തേണ്ടത്. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ചെയ്യാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ ഒരു 9 മണി വരെയുള്ള ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. ഇനി എന്നൊക്കെ നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാൻ തുടങ്ങാം എന്ന് പറഞ്ഞാൽ, ഗണപതി ഭഗവാന് പ്രാധാന്യമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ആഴ്ചകളിൽ ഞായറാഴ്ച ഗണപതി ഭഗവാന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതുകൂടാതെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നമുക്കിത് തുടങ്ങാവുന്നതാണ്. ആഴ്ചകളിൽ ഈ 3 ദിവസങ്ങളിൽ തുടങ്ങാം. ഇനി തിഥി നോക്കിയാണ് നമ്മൾ ഈ ഒരു വഴിപാട് തുടങ്ങുന്നതെങ്കിൽ ചതുർത്ഥി തിഥിയിൽ തുടങ്ങുന്നത് വളരെയധികം നല്ലതാണ്. രാവിലെ ചതുർത്ഥി തിഥി ഉള്ള സമയം നോക്കി തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമതായി നക്ഷത്രം നോക്കിയാണ് നമ്മൾ ഇത് തുടങ്ങുന്നതെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ തുടങ്ങാം, അല്ലെങ്കിൽ മൂലം നക്ഷത്രത്തിൽ തുടങ്ങാവുന്നതാണ്. നമ്മൾ എന്ന് തുടങ്ങിയാലും കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. രാവിലെ കുളിച്ച് വൃത്തിയായി ഗണപതി ഭഗവാന്റെ ഫോട്ടോ വീട്ടിലുള്ളവരാണെങ്കിൽ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് ഫോട്ടോയ്ക്കൊരു ചന്ദനവും കുങ്കുമവും കൊണ്ടൊരു പൊട്ട് തൊടണം. എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ദിവസം മാത്രം ചെയ്താൽ മതി. ഇനി വിഗ്രഹമാണെങ്കിൽ വിഗ്രഹം നല്ലതുപോലെ കഴുകി വിഗ്രഹത്തിന് ഒരു ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടാം. വിഗ്രഹവും ഇല്ല, ഫോട്ടോയും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം. 1 സ്പൂൺ മഞ്ഞൾ എടുക്കുക. അതിലേക്ക് ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ വീട്ടിലുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കുക. എന്നിട്ട് അതിൽ ചന്ദനവും കുങ്കുമവും കൊണ്ടൊരു പൊട്ട് തൊട്ടാൽ മാത്രം മതി. ഇത് ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ വീട്ടിലില്ലാത്തവർ മാത്രം ചെയ്താൽ മതി. 7 ദിവസവും 7 മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കണം. അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കുന്ന മഞ്ഞൾ ഗണപതിയെ അടുത്ത ദിവസം വെള്ളത്തിൽ അലിയിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളയാവുന്നതാണ്. 2ാമത്തെ ദിവസം പുതിയ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കണം. അടുത്ത ദിവസം അത് വെള്ളത്തിൽ അലിയിച്ച് കളയണം.
മൂന്നാമത്തെ ദിവസം പുതിയ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കണം. അങ്ങനെ 7 ദിവസവും പുതിയ മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വേണം പ്രാർത്ഥിക്കേണ്ടത്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കുറഞ്ഞത് ഒരു 5 കറുകയെങ്കിലും ഗണപതി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വേണം ഈ ഒരു നാമം ചൊല്ലേണ്ടത് എന്നുള്ളതാണ്. കറുക എല്ലായിടത്തും കിട്ടും. അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് കറുക കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മതി. എല്ലാ ദിവസവും കറുക കിട്ടാൻ പ്രയാസമുള്ളവരാണെങ്കിൽ കുറച്ചധികം കറുക വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാ ദിവസവും 5 കറുക വീതം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നാമമാണ്. നാമം 108 തവണയാണ് ചൊല്ലേണ്ടത്. ഗണപതി ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇതാണ് 108 തവണ ചൊല്ലേണ്ടത്. ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭക്ഷണപ്രിയൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എന്താണ് ഉള്ളത്, 2 പഴമോ അല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ടോ മുന്തിരിയോ എന്താണ് വീട്ടിലുള്ളത് അത് കുറച്ച് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് ആ നിവേദ്യം കുട്ടികൾക്ക് കൊടുക്കുകയോ നമുക്ക് കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരേ ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മൾ ഭഗവാനോട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം ഭഗവാനോട് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം സാധിച്ചു നൽകണം. അല്ലെങ്കിൽ ഒരു പ്രശ്നമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോബ്ലം സോൾവ് ആക്കി തരണം. തടസ്സമാണെങ്കിൽ ആ തടസ്സം നീക്കി തരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഫലത്തിൽ വരുന്നത്. അതുപോലെ തന്നെ 7 ദിവസം നമ്മളൊരു ദീപം കൊളുത്തി വെക്കുന്നുണ്ട്. ആ വിളക്ക് മൺചിരാതാണെങ്കിലും ബ്രാസ് ആണെങ്കിലും എല്ലാ ദിവസവും കഴുകി വേണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചുരുക്കി ഒന്നുകൂടി പറയാം, 7 ദിവസം കണ്ടിന്യൂസ് ആയി തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പീരിയഡ്സ് വരുന്ന സമയം നോക്കി ചെയ്യരുത്. പീരിയഡ്സ് എല്ലാം കഴിഞ്ഞ് ശുദ്ധമായതിനു ശേഷം മാത്രം തുടങ്ങുക. 7 ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത്. മൺചിരാതിലോ ബ്രാസ് വിളക്കിലോ വിളക്ക് കൊളുത്താവുന്നതാണ്. ഇനി വെള്ളി വിളക്കുണ്ടെങ്കിൽ വെള്ളി വിളക്കിലും കൊളുത്താവുന്നതാണ്. എണ്ണയോ നെയ്യോ ഒഴിക്കാം. തിരിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കറുക സമർപ്പിക്കണം. ഭഗവാന് കുറച്ച് കൽക്കണ്ടോ മുന്തിരിയോ എന്താണോ വീട്ടിലുള്ളത് അതുകൂടി സമർപ്പിച്ച് അതിനുശേഷമാണ് 108 തവണ നാമം ചൊല്ലേണ്ടത്. ദീപ ധൂപ ആരതിയൊക്കെ എടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2 അഗർബത്തി കാണിച്ചാൽ മാത്രം മതി. അതൊക്കെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക. ഭക്തിയോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് തന്നെ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.